ബൽറാം, രണ്ടുപേരും നോൺ ലയബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ അടക്കം കേരള ഹൗസിൽ അടക്കമുള്ള സർട്ടിഫിക്കറ്റെല്ലാം വാങ്ങി ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ അമർഷം പുറത്ത് പ്രകടിപ്പിക്കും, പരസ്യമായി പ്രകടിപ്പിക്കും എന്നതിനപ്പുറത്തേക്ക് ഒരു വഴിക്ക് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിലേക്ക് സ്വയം നീങ്ങുകയായിരുന്നു രണ്ടുപേരും. ഈ ഘട്ടത്തിൽ ഇനി പിടിച്ചാൽ കിട്ടില്ല, അനുനയത്തിന് വേറെ വഴികളില്ല എന്ന ബോധ്യത്തിൽ നിന്ന് രമേശ് ചെന്നിത്തലയുടെ ചർച്ച, KC വേണുഗോപാലിന്റെ ചർച്ച, ഈ അനുനയ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ട ഘട്ടത്തിലായിരിക്കുമല്ലോ ഈ സീറ്റ് നൽകുക അങ്ങനെ ഒരു ആലോചനയിലേക്ക് പോയത്. ഗൂഗിൾ, ഈ രണ്ട് നേതാക്കളും പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇവർ രണ്ടുപേരും ഇടഞ്ഞു നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ മുതിർന്ന നേതാക്കളെ പിണക്കിക്കൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് പ്രചരണ ഘട്ടത്തിൽ അടക്കം ഏറെ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലുണ്ട്. പ്രത്യേകിച്ച് ഈഴവ വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമില്ല എന്ന ആക്ഷേപം ഉയരുന്നുണ്ട്. ഈ വിഭാഗത്തിൽ നിന്നുള്ള വടക്കൻ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നുമുള്ള മുതിർന്ന നേതാക്കളാണ് കെ സുധാകരനും അടൂർ പ്രകാശും. ഈ നേതാക്കളെ പിണക്കി തിരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അത് ഗുണം ചെയ്യില്ല എന്നുള്ള വിലയിരുത്തൽ ഹൈക്കമാൻഡിനുണ്ട്. ഒപ്പം തന്നെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടുത്ത നീക്കത്തിലേക്ക് പോലും തയ്യാറെടുക്കുകയായിരുന്നു എന്നാണ് ഹൈക്കമാൻഡിന് ലഭിച്ചിരിക്കുന്ന വിവരം. ഹൈക്കമാൻഡ് മത്സരിക്കാൻ അനുമതി നൽകിയില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ആലോചിച്ചിരുന്നു എന്നുള്ള വിവരവും ഹൈക്കമാൻഡിന് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അതുണ്ടാക്കുന്ന പ്രതിസന്ധി ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ഇരു നേതാക്കൾക്കും അനുകൂലമാകുന്ന തരത്തിൽ നേരത്തെ മുന്നോട്ട് വെച്ച നിബന്ധനയിൽ ഇളവ് നൽകിക്കൊണ്ട് ഇവരെ കൂടെ നിർത്തി അനുനയിപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ ഒരു ഘട്ടത്തിലും ഉയർന്ന ഒരു പ്രതിസന്ധി എന്നുള്ളത് മറ്റ് നിരവധി MP-മാർ മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചിരുന്നു. അവർ ആ ഘട്ടത്തിൽ വീണ്ടും തങ്ങളുടെ ആവശ്യവുമായി രംഗത്തെത്തുമോ എന്ന ആശങ്ക ഒരു പരിധിവരെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും അത്തരത്തിൽ താല്പര്യമറിയിച്ച പല MP-മാരുടെയും മണ്ഡലങ്ങളിൽ നിലവിൽ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പാലക്കാടും എലത്തൂരും അടക്കമുള്ള ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഒന്നാം ഘട്ട പട്ടികയിൽ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള സാധ്യത നിലവിലില്ല എന്നുള്ള വിലയിരുത്തലും ഹൈക്കമാൻഡിന് ഉണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഈ ഇരുവരും, കെ സുധാകരനും അടൂർ പ്രകാശും താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ ഒന്നാം ഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അത് ഈ ഒരു സാഹചര്യം കടുത്ത നീക്കത്തിലേക്ക് ഇരുവരും പോവുകയാണെങ്കിൽ അന്വയിപ്പിക്കാം, അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ആദ്യമേ ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു, നേതാക്കൾക്ക് ഉണ്ടായിരുന്നു. ഇത് കണക്കാക്കി തന്നെയാണ് ആ ഒരു നിബന്ധനയിൽ ഉറച്ചു നിൽക്കും എന്ന് ഇരുവരെയും അറിയിച്ചപ്പോൾ പോലും ഒരു കടുത്ത ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഇരുവരെയും കൂടെ നിർത്തുന്നതിന് വേണ്ടി സീറ്റുകൾ നൽകുന്നത് ഉൾപ്പെടെ പരിഗണിക്കാം എന്നുള്ള അഭിപ്രായവും ഉയർന്നിരുന്നു. എന്തായാലും നിലവിലിപ്പോൾ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ പോലും ഇരുവർക്കും അനുകൂലമായ തരത്തിലുള്ള ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളെ കാണേണ്ടതില്ല എന്ന് കെ സുധാകരനെ ഹൈക്കമാൻഡ് അറിയിച്ചത്. അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു. ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്ന് അദ്ദേഹം നേരത്തെ അറിയിച്ചിരുന്നതാണ്. എന്തായാലും തൽക്കാലത്തേക്ക് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നില്ല. ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും, അല്ലെങ്കിൽ സീറ്റ് സംബന്ധിച്ച് ഒരു ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ച ശേഷം മാത്രമായിരിക്കും ഇനി അദ്ദേഹം മാധ്യമങ്ങളെ കാണുക. നിലവിലിപ്പോൾ അദ്ദേഹം തൻ്റെ വസതിയിൽ തന്നെ തുടരുകയാണ്. പല നേതാക്കളുമായും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നുണ്ട് ഫോണിലൂടെ. അദ്ദേഹത്തെ ചില നേതാക്കൾ രാവിലെയും വന്ന് കണ്ടിരുന്നു. MK രാഘവൻ രാവിലെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയ ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ വിജയസാധ്യതയില്ലാത്ത സീറ്റുകൾ MP-മാർ മത്സരിക്കുകയാണെങ്കിൽ ആ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാൻ കഴിയുമെന്ന ആശയമാണ് അദ്ദേഹം പങ്കുവച്ചത് മാധ്യമങ്ങളോട്. അത്തരത്തിൽ തന്നോടും വിജയസാധ്യതയില്ലാത്ത സീറ്റ് മത്സരിച്ച് പിടിച്ചെടുക്കണമെന്ന് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ചില നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മത്സരിക്കാൻ തനിക്ക് താല്പര്യമുണ്ടായിരുന്നു, അല്ലെങ്കിൽ താൻ മത്സരിച്ചാൽ ജയിക്കുമായിരുന്ന സീറ്റുകൾ ഉണ്ടായിരുന്നു എന്നുകൂടിയാണ് അദ്ദേഹം അതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹം താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന സീറ്റിലെ സ്ഥാനാർത്ഥിയെ നിലവിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയൊരു തർക്കത്തിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് ഹൈക്കമാൻഡ് നിലവിൽ പോകാൻ ഇടയില്ല. ഈ രണ്ട് നേതാക്കളുടെ എങ്കിലും ആവശ്യങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എന്ന ഒരു വിലയിരുത്തലാണ് ഉള്ളത്. നിലവിലിപ്പോൾ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ആ വഴിയിലേക്ക് അന്വയ ചർച്ചകൾ, ഒരു പ്രാഥമികമായ ചർച്ചകൾ അത് ഇരുവരും വഴങ്ങിയിരിക്കുകയാണ്. തൽക്കാലം മാധ്യമങ്ങളെ കാണുന്നില്ല കെ സുധാകരൻ എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഒരു തീരുമാനം, ഒരു ഉറപ്പ് ഹൈക്കമാൻഡിൽ നിന്നും ലഭിക്കുക എന്നുള്ളതാണ്. ഈ രണ്ടാം ഘട്ട പട്ടികയിൽ ഈ രണ്ട് മണ്ഡലങ്ങൾ കണ്ണൂരും കോന്നിയും ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി ഏറ്റവും നിർണായകമായ കാര്യം. ഗൂഗിൾ.
ബൽറാം, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കെ സുധാകരൻ ഇത്തരത്തിൽ കണ്ണൂർ സീറ്റ് വേണമെന്ന് പറയുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത്രയധികം കണ്ണൂരിൽ കോൺഗ്രസിന്റെ വലിയൊരു പിന്തുണയുള്ള ഒരു നേതാവ് തന്നെയാണ് കെ സുധാകരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം തനിക്ക് ഈ ഒരു സീറ്റ് വേണമെന്ന് അത്രയധികം ആത്മവിശ്വാസത്തോടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, കണ്ണൂരിൽ ഉൾപ്പെടെ തന്നെ കെ സുധാകരൻ അനുകൂലമായി പലതരത്തിലുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ നടക്കുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ കെ സുധാകരന് അനുകൂലമായ ഒരു കാര്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ അത് കെ സുധാകരനെ സംബന്ധിച്ച ഒരു വലിയ കാര്യമാണ്. അത്തരത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് കെ സുധാകരൻ ഇറങ്ങുന്നു. ശ്രീനിധി, കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് ഘട്ടത്തിലും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന് ഒരു പരിധിവരെ പാർട്ടി ഹൈക്കമാൻഡ് നിർബന്ധിച്ചാണ് അദ്ദേഹത്തെ പാർലമെന്റിലേക്ക് മത്സരിപ്പിച്ചതും പാർലമെന്റിൽ എത്തിച്ചതും. ആ ഒരു ഘട്ടത്തിലും അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ തന്നെ നിറഞ്ഞു നിൽക്കാനായിരുന്നു താല്പര്യം. അത് അദ്ദേഹം ഹൈക്കമാൻഡിന്റെ പലതവണ ധരിപ്പിച്ചിട്ടുമുണ്ട്. നിലവിൽ ഈ കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 2 തവണയും അത് LDF വിജയിച്ച മണ്ഡലമാണ്. അത് താൻ മത്സരിക്കുകയാണെങ്കിൽ ആ മണ്ഡലം പിടിച്ചെടുക്കാം എന്നാണ് സുധാകരൻ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അത് കണ്ണൂർ ജില്ലയിലും സംസ്ഥാനത്തുടനീളവും അദ്ദേഹം മത്സരിക്കുന്നത് ഗുണം ചെയ്യും, അണികൾക്ക്, അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ആവേശം നൽകും എന്ന കാര്യവും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെയാണ് ഈ മേഖലയിൽ നിന്നുള്ള ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹത്തെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാട് പല നേതാക്കളും ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ അത് ആദ്യഘട്ടം മുതൽ തന്നെ അദ്ദേഹത്തിന് അനുകൂലമായ ചില അഭിപ്രായങ്ങളും ഹൈക്കമാൻഡിന് മുന്നിൽ എത്തിയിട്ടുണ്ടെങ്കിൽ പോലും MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന പൊതുനയത്തിൽ ഇളവ് വരുത്തിയാൽ മറ്റ് MP-മാരും മത്സരിക്കാൻ താല്പര്യമറിയിച്ച മറ്റ് MP-മാരും മുന്നോട്ട് വരും. അത് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നതിൽ കൂടുതൽ സങ്കീർണമാകും എന്നുള്ള ഒരു നിലപാട് ഹൈക്കമാൻഡിന് ഉണ്ടായിരുന്നു. അത് പരിഗണിച്ചുകൊണ്ടാണ് ആ ഒരു തത്വം അത് കൃത്യമായി തന്നെ പാലിച്ചു മുന്നോട്ട് പോകാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് കഴിഞ്ഞ ദിവസം ഹൈക്കമാൻഡ് ഒരു പരിധിവരെ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് അത് എന്ന് അറിയിച്ച് രണ്ടുപേരെയും അത് അംഗീകരിപ്പിക്കാനുള്ള ഒരു ശ്രമം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ അത് അറിയിച്ചതുകൂടി കൂടുതൽ പ്രകോപിതരായി മാറുന്ന ഒരു സാഹചര്യമാണ് കെ സുധാകരന്റെ കാര്യത്തിൽ ഉണ്ടായത്. അദ്ദേഹം കടുത്ത നിലപാടിലേക്ക് നീങ്ങിയേക്കും എന്നുള്ള സൂചനകൾ ഹൈക്കമാൻഡിൽ ലഭിച്ചിരുന്നു. അത്തരത്തിലുള്ള ഒരുക്കങ്ങളും ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു അന്വയത്തിന്റെ ഭാഷയിലേക്ക് കാര്യങ്ങൾ കടന്നതും ഇരുവർക്കും അനുകൂലമായ തരത്തിലേക്ക് ചർച്ചകൾ നീങ്ങിയത് എന്നുമാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.